Welcome to Disney's Kitchen. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതിന് സാധിച്ചത്. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഒരുപാട് പേര് എനിക്ക് ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്സപ്പ് മെസ്സഞ്ചറിലൊക്കെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം ശരിക്കും മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ട് കൂടിയാണ് അത് കേൾക്കുമ്പോൾ. തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. നിങ്ങൾക്കൊക്കെ അത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഇനിയും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ചിലരൊക്കെ എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അയച്ചു തന്ന ഫോട്ടോസ് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചേർക്കുന്നുണ്ട്. വീണ്ടും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ആ ഒരു സന്തോഷം പങ്കുവെക്കുവാൻ വേണ്ടിയിട്ട് ഞാനൊരു മധുരം കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചക്കക്കുരു കിണ്ണത്തപ്പമാണ്. നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ചക്കക്കുരു. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ള ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് ഒരു 2 വിസിൽ 3 വിസിലൊക്കെ വന്നാൽ മതിയാവും. കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഉടക്കുമ്പോൾ ഉടഞ്ഞു വരുന്ന പരുവത്തിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അതൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലാണ്, 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അത് 250 ml എടുത്തിട്ടുണ്ട്. ശർക്കര പാനി 250 ml, ഒരു 1.5 ചെറിയ അച്ച് ഉരുക്കിയതാണത്. അരിപ്പൊടി 1 കപ്പ്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 8 ചക്കക്കുരു, ബാക്കിയുള്ള ശർക്കരയും അതേപോലെ തേങ്ങാപ്പാൽ, അരിപ്പൊടി, ഇത് 3ഉം സെയിം അളവിൽ, 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഈ ഒരു ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഈ ചക്കക്കുരു അരച്ചെടുക്കാൻ പാകത്തിന് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2-3 കയ്യിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് അരഞ്ഞു വരണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ബാക്കി ഉണ്ടായിരുന്നതിൻ്റെ പകുതി ലാസ്റ്റ് ഒരു കയ്യിലും കൂടെ ഞാൻ ബാക്കി വെക്കുകയാണ്. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, തിക്കിനനുസരിച്ചിട്ട് ലൂസാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാടിട്ട് അരച്ച് കഴിഞ്ഞാൽ അത് മിക്സിയുടെ ജാറ് ലോഡായിട്ട് നാശമായി പോവും. അപ്പോൾ ശർക്കരപ്പാവും ഇതുപോലെ ഞാൻ ഒരു കയ്യിൽ ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അരിപ്പൊടി മുഴുവൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ആദ്യം ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് കുറേശ്ശെ വേണമെന്നൊന്ന് നിർത്തി വേണമെന്ന് അരക്കാൻ. ഒന്നിച്ചിട്ട് അടിച്ച് മിക്സി കേടാവുന്ന പരുവത്തിലാക്കരുത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ബൗളിലേക്ക് ചേർത്തിട്ട് അതിലും മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു മിക്സിയിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മുഴുവൻ പാവും ശർക്കരപ്പാവും അതേപോലെ തന്നെ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചക്കക്കുരുവും ആ ഒരു കട്ടി തേങ്ങാപ്പാലും കുറച്ച് ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തല്ലോ. അപ്പോൾ ആ അരച്ച അരപ്പിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുത്താലും മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് വരേണ്ടത്, നമ്മുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ. എനിക്ക് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മോൾഡിലേക്ക് ബട്ടർ തടവിയിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു മോൾഡിൻ്റെ അളവ് എന്ന് പറയുന്നത് 3 കപ്പ് 250 ml കപ്പ് കൊള്ളുന്നൊരു പാത്രമാണ്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഇതിൽ കൊള്ളില്ല, ഒരു 1/2 കപ്പ് ബാക്കി വരും. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു മോൾഡിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ സ്റ്റീമറിൽ വെക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള പാത്രം എടുത്തതാണ്. അപ്പോൾ അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു മോൾഡ് ഇതിലേക്ക് ഇറക്കി വെക്കാം.
എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്യാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ചൂടാറിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ സ്റ്റീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഇതേപോലെ സ്ക്വയറോ അങ്ങനെ ഏതിലും. ഞാൻ ഈ ഒരു ഇത് തയ്യാറാക്കിയതിനോടൊപ്പം തന്നെ വേറെ ചെറിയ ബൗളുകളിലും കൂടെ ആക്കിയിട്ട് ഞാനത് സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. ചക്കക്കുരുവൊക്കെ ഇപ്പോൾ സീസണായിട്ടിരിക്കുന്ന സമയമാവുന്നതുകൊണ്ട് തന്നെ കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശർക്കരക്ക് പകരം ഇനി പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചക്കക്കുരു തൊലിക്കാനുള്ളൊരു മടി കാരണം ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. ചക്കക്കുരു തൊലിക്കാനുള്ളൊരു ഈസി വേ ഞാൻ മുമ്പത്തെ ഒരു അടുക്കള ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അതുപോലെ ഇനിയും ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള വിഷയം മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.